ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് ഐക്യ വരെ പോവുകയാണ്. നമ്മുടെ ബാംഗ്ലൂർ നാഗസാന്ദ്രയിലാണ് ഐക്യ. അപ്പം ഞങ്ങളുടെ അവിടുന്ന് 10-15 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഐക്യ പോകുന്നത്. 2 കൊല്ലം ആയിട്ടേ ഉള്ളൂ ബാംഗ്ലൂർ ഐക്യ വന്നിട്ട്. 2022 ബാംഗ്ലൂർ ഐക്യ വന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ അവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നതും. ഞങ്ങൾ ദൂരം നോക്കി 10-15 കിലോമീറ്റർ ഉള്ളല്ലോ എന്നുള്ള ഇത് ഞങ്ങൾക്ക് ഇത്ര അടുത്താണെന്ന് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മെട്രോയിൽ പോകാമെന്ന്. കാരണം ചുമ്മാ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് പേനയാണ്. ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ ഔട്ടർ റിങ്ങിലാണ്. അപ്പം ഔട്ടർ റിങ്ങിലേക്കൊക്കെ മെട്രോയുടെ പണി നടക്കുന്നേ ഉള്ളൂ, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത സ്റ്റേഷൻ പീനയാണ്. പീനയിൽ നിന്ന് ആക്ച്വലി 2-3 കിലോമീറ്റർ ഉള്ളിൽ നാഗസാന്ദ്ര ഈ ഐക്യ ഇരിക്കുന്നിടത്തോളം മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ഐക്യയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പീനി ഇറങ്ങി മെട്രോയിൽ കയറി അങ്ങനെയാണ് ഈ ഐക്യയിലേക്ക് പോയത്. അപ്പം ഇവിടെ ഐക്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആപ്പാടെ ജൂൺ 2022 വരുന്നത്. അത് ഐക്യ ഇന്ത്യയിലാകപ്പാടെ ആദ്യം വന്നത് ഹൈദരാബാദ്, പിന്നെ ബോംബെ, പിന്നെ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എവിടെയും ഈ ഐക്യയില്ല. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഐക്യ. ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ഐക്യ നടത്തിയിട്ടുണ്ട്. നേരിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടും ഇവിടെ വന്നു എന്നൊക്കെ അറിഞ്ഞായിരുന്നു. പക്ഷേ പോകാൻ ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ആക്ച്വലി. പെട്ടെന്ന് ഈ വീക്കെൻഡ് പെട്ടെന്ന് തോന്നിയാണ് പോയിട്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ ഈ ഒരു ഉച്ച കഴിഞ്ഞ് പോയ സമയമായതുകൊണ്ട് മെട്രോയിലൊക്കെ ഭയങ്കര തിരക്കുറവായിരുന്നു. ഒരു 2 മണി 3 മണി ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പം മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷനുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ കയറി. നമ്മൾ ചെന്ന് കയറുമ്പം ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസിൻ്റേതായ ഒരുക്കങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഡിസംബർ തൊട്ടങ്ങോട്ട് തുടങ്ങത്തില്ല എല്ലാം. ഈ ഓണം കയറുക എന്ന് പണ്ട് പറയത്തില്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ, അതുപോലെയാണ് ഇപ്പം ക്രിസ്മസ് എല്ലായിടത്തും കയറി. അപ്പം ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഇങ്ങനെ നമുക്കതെല്ലാം അവരെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പം എല്ലാം ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടു സാധനങ്ങളാണല്ലോ കൂടുതലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, ഇതുപോലെ ഓർഗനൈസേഴ്സ്, കിച്ചണിലുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ബാത്റൂം, ഇങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് കയറി നമുക്ക് കട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിടന്ന് നോക്കാം സുഖമുണ്ടോ എന്നുള്ളത്. ബെഡൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലാണല്ലോ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് മൊത്തം. അപ്പം ആദ്യം ചെന്ന് കയറുമ്പം തന്നെ ഇങ്ങനെ കിഡ്സിൻ്റെ ഏരിയയാണ്. ബേബി സംഭവങ്ങളാണ് ആദ്യത്തെ ഒരു ഇതിൽ ഫുൾ ഞങ്ങൾ കണ്ടത്. ബേബി സിറ്റിംഗ് ചെയർ, പിന്നെ അതുപോലെ ബേബീസിനുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പിന്നെ ഫുഡ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ടിഫിൻ ബോക്സ് പിള്ളേരുടെ ചുമ്മാ ഒരു സ്നാക്ക് ബോക്സ് പോലുള്ള സംഭവമാണ്. അപ്പം അത് ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് അവിടെ നടന്ന് ബേബി സെക്ഷനിലുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ അവിടെ തന്നെ കുറച്ച് ഇങ്ങനെയുള്ള നമ്മുടെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പം ഫുഡ് തന്നെ ഇങ്ങനെയുള്ള ചിപ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബേബീസിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അങ്ങ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി നടന്ന് കാണാം. ഇത് ഒത്തിരി ഉണ്ട് സംഭവം. എനിക്ക് ആക്ച്വലി കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുപോലുണ്ട്. നമുക്ക് ഓരോന്ന് കാണുമ്പം നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നൊരു തോന്നലുണ്ട്. കുറേ ഉള്ളു. പിന്നെ നമ്മളങ്ങ് വീഡിയോ എടുത്തെടുത്ത് നമ്മളങ്ങ് ക്ഷീണിക്കും. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ എടുത്തു. അപ്പം ഈ ഒരു ഇതിൽ നമ്മുടെ മാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ചവിട്ടി സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം.
ഇവിടം തൊട്ട് അങ്ങോട്ട് ബേബീസിൻ്റെ സംഭവങ്ങളാണ്. നമ്മുടെ എന്താ പറയുന്നത്, തൊട്ടിലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ അവരുടെ പാവുകൾ, ഇങ്ങനെയുള്ള ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കേട്ടന്നു എടുത്താലും പറഞ്ഞു അതിനെ നേരെ പിടി. ഇവിടെ ഫുൾ ബേബീസിൻ്റെ സെക്ഷനാണ്. ബേബീസിൻ്റെ പ്ലേറ്റ്, സ്പൂണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ആ ഒരു ഏരിയ ഫുൾ ബേബി സിറ്റിംഗ് ചെയർസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു ശ്രീഹരി. അപ്പോൾ ബേബീസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് നമ്മൾ താഴേക്കാണ് ഇറങ്ങേണ്ടത്. താഴേക്ക് പിന്നെ അങ്ങ് കിടക്കുകയാണ് കുറേ കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടുത്തെ ഇതൊരു സ്വീഡിഷ് കമ്പനിയാണ് ഈ ഐക്യ എന്ന് പറയുന്നത്. അപ്പം റെസ്റ്റോറൻറ്റും ഒരു സ്വീഡിഷ് റെസ്റ്റോറൻ്റാണ്. ഇന്ത്യൻ ഫുഡും ഉണ്ട്. അപ്പം ഇങ്ങനെ പേസ്ട്രീസ്, ചീസ് കേക്ക്സ്, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള അവരുടെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഇന്ത്യൻ ഫുഡും. ഞങ്ങൾ ആക്ച്വലി ഫുഡായിട്ട് കഴിക്കാൻ നിന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണല്ലോ വന്നത്, ചോറൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു 4 മണി സമയമായതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ചായ കുടിക്കാനാണ്, കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ ക്രോസോൺസും മറ്റേ ഒരു മഫിൻസുമാണ് എടുത്തത്. പിന്നെ ക്യാപ്പച്ചീനോയും. അങ്ങനെയാണ്, അത്രേ എടുത്തുള്ളൂ. കാരണം വലിയ വിശപ്പില്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴായിരുന്നു വിശപ്പ്. ഞങ്ങളപ്പോൾ ഇറങ്ങിയപ്പം കഴിക്കുന്നുണ്ട്. ഇറങ്ങിയപ്പം ഞങ്ങൾ താഴെയുള്ള ഇതുപോലെ ഒരു ഇതിൽ നിന്ന് കഴിച്ചു. കയറിയപ്പോൾ നമുക്ക് അത്രയും വിശപ്പില്ലായിരുന്നു. ചായ കുടിക്കേണ്ട സമയമായതുകൊണ്ട് ആ ഒരു എന്തെങ്കിലും ചായ, കാപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഫുഡ് ഈ പറഞ്ഞ പോലെ ക്രോസോൺസും ഈ നമ്മുടെ മഫിൻസ്, എനിക്ക് ആ മഫിൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് മഫിൻസ് പൊതുവേ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. മഫിൻസ്, കപ്പ് കേക്ക്സ്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ക്രീമുള്ള കേക്കിലും കൂടുതലും ഇഷ്ടം എനിക്ക് ഈ ക്രീം ഇല്ലാത്ത ടൈപ്പ് കേക്കുകളാണ്. ടീ കേക്കുകൾ, മഫിൻസ്, പ്രത്യേകിച്ച് ബനാന കൊണ്ടുള്ള ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഫ്ലേവേർഡ് സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ബ്ലൂബെറിയുടെ ഒരു മഫിനായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ബ്ലൂബെറി മഫിൻ. അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഈ മെട്രോ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം കോഫി അൺലിമിറ്റഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും പോയി നമുക്ക് കോഫിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുകയാണ്. ക്യാപ്പച്ചീനോ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക. അപ്പം നമുക്ക് വീണ്ടും പോയി അതെടുക്കാം. അതിന് വീണ്ടും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പം എൻ്റെ സ്വന്തം ഏരിയയാണ് എത്തിയിരിക്കുന്നത്. കിച്ചൺ ഐറ്റംസിൻ്റെ കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണ്. എനിക്ക് നോക്കി ഇങ്ങനെ ശ്രീഹരി എന്നെ ഇവിടുന്ന് വലിച്ചു പെടുമ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ബാക്കിയുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല, നമുക്കൊന്നും നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയായിരുന്നു ഇവിടെയാണ് ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് സ്പെൻഡ് ചെയ്ത അത്ര സമയം എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്കിത് നോക്കേണ്ട തിരക്കായിരുന്നു കൂടുതലും. ഞാനങ്ങനെ വീഡിയോ പലതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങ് ഇതായിപ്പോവും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും, പാത്രങ്ങൾ, മറ്റ് ഓർഗനൈസേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് 2-3 ഐറ്റം എടുത്തത്. വേറെ ഇവിടെ നിന്നും ഞങ്ങൾക്ക് അങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. ശ്രീഹരിക്ക് എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു, സോഫയുടെ കാര്യത്തിലും ചെയറിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ എനിക്ക് ആ വക കാര്യത്തിലോട്ടൊന്നും വലിയ ഇതിലായിരുന്നു. ഞാൻ ഇവിടുന്ന് കത്തി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഈ ഐക്യയിൽ കത്തി വാങ്ങിച്ച് നോക്കണമെന്ന്. അങ്ങനെ അങ്ങനെയുള്ള എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കിച്ചണിലേക്കുള്ള കാര്യങ്ങളാണ് എടുത്തത്. പാത്രങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ല. കാരണം പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വെക്കാൻ സ്ഥലമില്ല. ഞാനതെല്ലാം നോക്കി കണ്ട് ആശ്വസിച്ച് പോകുന്നതേ ഉള്ളൂ. അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാനിനി എന്തെങ്കിലുമൊക്കെ ഇനിയും ഈ പറഞ്ഞ പോലെ കേടാകുമ്പം മാറ്റേണ്ട സമയത്ത് ഇനി വാങ്ങിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഞാനിപ്പോൾ വാങ്ങിക്കാറുള്ളൂ. അല്ലാതെ ചുമ്മാ കാണുമ്പം വാങ്ങിച്ചു കൂട്ടുന്ന ആ ഒരു പരിപാടി ഇല്ല. പണ്ടേ എനിക്കങ്ങനെ ഇല്ല. സത്യമായിട്ട് ഞാൻ പറയാം, പണ്ടേ എനിക്കിങ്ങനെ ഒരു കാര്യം ഞാൻ കാണുമ്പോൾ എനിക്കത് വാങ്ങിക്കണം എന്നുള്ള ഒരു ഇതില്ല. എനിക്ക് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഞാനങ്ങനെ വാങ്ങിക്കാറുള്ളൂ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ തന്നെ നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ സംഭവം എൻ്റെ കയ്യിലുണ്ട്.
പിന്നെ ഞാൻ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പീലർ ഞങ്ങളുടെ ഇവിടുത്തെ വലിയ ഒരു ഇതില്ല. അത് ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പം പീലർ നോക്കി. ഇവിടുന്ന് ഞാനൊരു പീലർ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ ഈ സിലിക്കോൺ നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ഈ തവി ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇത് ആക്ച്വലി ഞാൻ ഈയിടെ ലുലുവിൽ പോയപ്പം 1-2 എണ്ണം അങ്ങനത്തെ വാങ്ങിച്ചതുകൊണ്ട് ഞാൻ പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു അവിടുന്ന് വാങ്ങിക്കേണ്ടായിരുന്നു. ഇങ്ങനൊരു അയക്കുന്നൊരു പ്ലാനേ നമുക്കില്ലായിരുന്നു ആ സമയത്തൊന്നും. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഈ തടി കൊണ്ടുള്ള സ്പൂണും ഇതും ഞാനിപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതലും നോൺ സ്റ്റിക്കിൽ ഇത് പറഞ്ഞാൽ സിലിക്കോണിൻ്റെ സ്പാറ്റുല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുറച്ചുകൂടെ കാലം നിൽക്കാൻ കൂടുതലും അതാണ് നല്ലതെന്ന് എനിക്കിപ്പം തോന്നുന്നു. അങ്ങനെ ഈ സിലിക്കോണിൻ്റെ ഈ ഉള്ള സ്പാറ്റുലാസ് ഉപയോഗിക്കുന്നതാണ് മറ്റേതിലും എനിക്ക് തോന്നുന്നു, തടി ഉപയോഗിക്കുന്നതിലും. പിന്നെ പാത്രങ്ങൾ ഈ വലിയ വലിയ ബിരിയാണി പോട്ടുകൾ, പ്രഷർ കുക്കർ, ഈ ഒരു അയൺ ആ ഒരു കാസ്റ്ററിൻ്റെ ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേണ്ട ഞാനിപ്പോൾ അത് കാണിക്കും. അത് പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ചുണ്ട്. അത് പിന്നെ വലിപ്പം കൂടുതലുമായിരുന്നു. ഇത്രയും വലുത് എനിക്ക് വേണ്ട, ഇതിലും കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞത് മതി. അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ കേക്ക് ടിന്നുകൾ, എന്താ പറയുന്നത്, അങ്ങനെ ഒത്തിരി കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഞാൻ പിന്നെ കുറേയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ശ്രീഹരി എന്നെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇത് വന്നു. ഇനി അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ കിടക്കുക. അപ്പം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെ ഈ ഒരു ഫ്ലോറിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകണം. പിന്നെ കത്തികൾ തന്നെ പലതരത്തിൽ ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് കത്തി ഞാൻ എടുത്തു. ഐക്കയിലെ കത്തി നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് കൂടുതലും ഞാൻ വാങ്ങിക്കാൻ കാര്യം. അതുകൊണ്ട് എനിക്ക് മെട്രോയിൽ തിരിച്ച് പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഈ കത്തി കാരണം മെട്രോയിൽ കയറ്റിയില്ല, അവർ തിരിച്ചു വിട്ടു. പിന്നെ സെറാമിക്കിൻ്റെ തന്നെ കാണാൻ ഭംഗിയുള്ള നമ്മളിപ്പം ഇപ്പോഴത്തെ എല്ലാ പുതിയതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോഴും വാങ്ങിച്ചാൽ ശ്രദ്ധിച്ചാൽ മതി, ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളും എല്ലാം അവരുടെ ആ ഒരു ഫ്ലാറ്റിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് ആ ഒരു തീം കാണുമല്ലോ. അപ്പം നമുക്കിവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ ഒരു നിറത്തിലുള്ള ഈ പാത്രങ്ങളാണെങ്കിലും എല്ലാം അവരുടെ ആ ഒരു എന്താ പറയുന്നത്, ആ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മാച്ചിങ് സംഭവങ്ങളായിരിക്കും. പിന്നെ ഇതെനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെയും എനിക്ക് അത് വേണ്ട, ഞാൻ പിന്നെ ഒരിക്കൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഈ തടിയുടെ വാങ്ങിക്കുമ്പം പൂപ്പൽ പിടിക്കുമോ എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ട്. അതാണ്, നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഇരുന്ന് പൂപ്പൽ പിടിക്കും. അതാണ് ഞാൻ ഈ തടി സംഭവങ്ങൾ ഇപ്പം ഞാൻ മാക്സിമം ഒഴിവാക്കുന്നതിൻ്റെ കാര്യം. വാങ്ങിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിങ്ങനെ പൂപ്പൽ പിടിക്കും. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് ഉപയോഗിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുള്ളതൊന്നും ഇപ്പം ഞാൻ വാങ്ങിക്കാറില്ല. കുറച്ച് കാലം മുമ്പ് ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചേനെ. പക്ഷെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ നമുക്ക് മെച്യൂരിറ്റി വന്നപ്പം പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ നമ്മൾ ഉപയോഗിക്കും. ഞാനൊരു 100 തവണ ചിന്തിക്കും. നമ്മൾ വെറുതെ വെച്ച് നമ്മുടെ പൈസ പോകുന്നതും അതേ, സ്ഥലം മെനക്കെടുത്തുന്നതും അതെ. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടേ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിരുന്ന് പോകത്തേ ഉള്ളൂ. പിന്നെ എന്നെ ശ്രീഹരി അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോയി. അവിടെ നിന്ന് കൊണ്ടുപോയി നമ്മുടെ മെത്ത, ഇങ്ങനെയുള്ള കയറ്റ് ടവല്, നമ്മുടെ ബെഡ്, മെത്ത, നമ്മുടെ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം ആയി. അപ്പോൾ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും മേടിക്കാനുള്ള ഒന്നും അങ്ങനെ എനിക്കൊന്നും ഇല്ലായിരുന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശ്രീഹരിയാണ് കുറച്ചുകൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എനിക്കിനി ഈ ഒരു ഭാഗത്തേക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ കിടന്നേനെ, എൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം ആദ്യം ചെന്ന് കയറിയെടുത്തായിരുന്നു. ഇവിടെ പിന്നെയും ശ്രീഹരിക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ശ്രീഹരിയാണ് ഞാൻ ചവിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു, അത് നോക്കുന്നതും പ്രത്യേകിച്ച് ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങിക്കുന്നതും ഒക്കെ ശ്രീഹരിയാണ്. ഓരോ വാങ്ങിക്കാൻ പലതും മാറ്റി വാങ്ങിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇങ്ങനൊരു ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഒരു ചെറിയൊരു ബാത്റൂം സെറ്റപ്പ്
നമുക്കൊരു ഐഡിയ കിട്ടും എന്ത് വാങ്ങിക്കണം. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പം പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും ഒരു ഐഡിയ മനസ്സിൽ കിട്ടും. ഈ ഒരു രീതിയിലൊക്കെ അറേഞ്ച് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ ഒരു രീതി സെറ്റപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഇതൊക്കെ ആ ഒരു ഏരിയ മൊത്തം ബാത്റൂം മിറേഴ്സ്, ബാത്റൂം വാഷ് ബേസിൻ മിറേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള മിറേഴ്സ്, പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കേണ്ട കുറേ ഓർഗനൈസേഴ്സ്, മാറ്റ്സ്, അത് പല നിറത്തിലുള്ളത്, പിന്നെ കാർപ്പറ്റ്സ്, അങ്ങനെയുള്ള ഒരു സെക്ഷനായിരുന്നു ഇത് മുഴുവനും. പിന്നെ ക്ലോത്തിങ് സംഭവങ്ങൾ, ക്ലോത്ത് മീൻസ് നമ്മൾ ക്ലോത്ത്സ് വെക്കുന്ന പല ഓർഗനൈസേഴ്സ് ഇപ്പം ഓൺലൈൻ ആമസോണിലൊക്കെ കിട്ടും. എന്നാലും കുറേ നമുക്കത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു മോഡലും അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഐഡിയ, ഒരു സംഭവം കിട്ടും. ഇതൊരു ഫോൺ ഹോൾഡറായിരുന്നു. ഈ സംഭവം എന്തുവാന്ന് ഞാനിങ്ങനെ നോക്കി പോയി. അതൊരു മൊബൈൽ ഹോൾഡറാണ്. നമുക്കിങ്ങനെ ഫോൺ വെക്കാൻ പറ്റുന്നൊരു സംഭവം. അതൊരു ക്യൂട്ടായിട്ടൊരു ചെയറിൻ്റെ ഇതിൽ. പിന്നെ കുറേ ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു, കുറേ ടൈപ്പ് ഓർഗനൈസേഴ്സ്. ഇങ്ങനെ നമുക്ക് ഇപ്പം ഇങ്ങനെ സോക്സും ഒക്കെ ഇടുന്നവരാണെങ്കിൽ, മീൻസ് സോക്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നവന്, നമ്മുടെ ചെറിയ കിച്ചൺ ടവൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓർഗനൈസേഴ്സ്. ഇതുണ്ട്, ഇതൊരു ഹുക്കാണ്. ആ ഹുക്കും ഇങ്ങനെ ഇപ്പം ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ ഹുക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ടെഡി ബിയർ കുട്ടനെ കണ്ടത്. പിന്നെ ബക്കറ്റുകൾ, അങ്ങനെയുള്ള നമ്മളിപ്പം പുതിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഒരു തീം കാണുമല്ലോ, അവരുടെ ഒരു നിറം. ഇപ്പം അങ്ങനെയല്ലേ, എല്ലാം പണ്ടത്തെ പോലെ അല്ലല്ലോ, ഒരു തീം കാണും. ആ ഒരു തീമിനോട് ചേർന്നിരിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ ഇവിടെ കിട്ടും. നമുക്കിവിടെ നിന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിറത്തിനോടൊക്കെ ചേർന്നിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ഇത് ലൈറ്റ്സിൻ്റെ സെക്ഷനാണ്. പലതരത്തിലും എനിക്കൊന്ന് കിഡ്സിന് പറ്റിയ ലൈറ്റ്സും കാര്യങ്ങളും, കിഡ്സ് റൂമിന് പറ്റിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ലൈറ്റ്സ് ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ ശ്രീഹരി നോക്കി. ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് കുറച്ചുകൂടെ വെട്ടം, പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ കുറച്ചുകൂടെ വെട്ടം കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അത് നോക്കി, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. നോക്കി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇത്തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യയിൽ ഞങ്ങൾ കുറേ കാണാനാണ് വന്നത്, വാങ്ങിക്കുന്നതിനേക്കാളും കണ്ടു വെച്ചിട്ട് പിന്നീട് നമുക്ക് ഒരു ഇത് വരുമ്പോഴത്തേനും, ഒരു അത്യാവശ്യം വരുമ്പോഴത്തേനും പോയി വാങ്ങിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ കുറേ ഭംഗിയുള്ള ടൈപ്പ് ലൈറ്റ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എന്താ പറയുന്നത്, കണ്ടില്ലേ, ഇങ്ങനെ ഭംഗിയുള്ള രീതിയിലുള്ള കുറേ ലൈറ്റ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡെക്കോർ ഐറ്റംസ് ആണ്. നമ്മുടെ ഷോ പീസുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അങ്ങനെയുള്ള ഒരു സെക്ഷനാണ്. ഇവിടെ കാണാൻ ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിലാണെങ്കിലും അല്ലാതെ നമ്മുടെ ഇങ്ങനെ ഷോ പീസുകളില്ലേ, ഇങ്ങനെ നമുക്ക് വെക്കാൻ കാണാൻ ഭംഗിയുള്ള അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗവും ഞങ്ങൾ ചുമ്മാ കറങ്ങി നടന്നിങ്ങനെ കണ്ടു.
ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫർണിച്ചറുകളുടെയൊക്കെ ഒരു സെക്ഷൻ വരികയാണ്. ഇങ്ങനെയുള്ള ചെയറുകൾ, പല ടൈപ്പിലുള്ള ചെയറുകൾ, പിന്നെ ബാൽക്കണിയിലിരിക്കാൻ പറ്റുന്ന ചെയർ, ടീപ്പോയി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ നമുക്ക് അതിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നിരുന്ന്, കാരണം കുറേ ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു സെൽഫ് സർവീസ് ഫർണിച്ചർ ഏരിയ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ഗോഡൗൺ പോലുള്ള ഒരു ഏരിയയിലേക്കാണ്. അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ഫർണിച്ചർ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീഹരി ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഇങ്ങനെ ബാൽക്കണിയിൽ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ചെയർ സംഭവങ്ങൾ വേണം. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ശ്രീഹരി ഇരുന്നുകൊണ്ട് ഈ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നും അങ്ങോട്ട്, ഒന്നാമത് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല വരുമ്പം. അതുകൊണ്ട് അതിങ്ങനെ നോക്കാൻ പോകണം എന്ന് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ഇങ്ങനെ മേടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു, നമ്മളാണെങ്കിൽ മേടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല ആക്ച്വലി ഇത്തവണ ഐക്യം വന്നത്. കണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, നമ്മൾ ആദ്യമായിട്ട് പോയല്ലേ, എങ്ങനെയൊക്കെയാണ് ഇതെന്നുള്ളതാണ്. ഇതിപ്പം പിന്നെ നമുക്ക് ഇത് ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ ഇത് സെയിം തന്നെ ഇവരുടെ ഓൺലൈൻ സ്റ്റോറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്തോളും. ഇത് കണ്ടിട്ട് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഐറ്റം കാണും, അവൈലബിൾ ആയിരിക്കും. അപ്പം അതിൽ നിന്ന് അങ്ങനെ ഡെലിവറി ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്കിതിനെ ഇവിടെ ചെയ്യാം. നമ്മൾ പോയി എല്ലാം നോക്കി ആ ഒരു ഐറ്റം തന്നെ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെ എങ്ങാനും ചെയ്യണം. ഇപ്പം നമ്മളെല്ലാം പോയി എല്ലാം ഇരുന്നും എല്ലാം നോക്കിയല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങാനും ചെയ്യണമെന്നൊക്കെ ഇരുന്ന് പറയുന്നു. അപ്പോൾ പിന്നെന്താണ് അവിടെ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആ ഒരു ചെയറിൻ്റെ അങ്ങനെയുള്ള ഫർണിച്ചർ ഏരിയയാണ് മൊത്തം. പിന്നെ ഇത് കമ്പ്യൂട്ടർ, ഇത് മറ്റേ ചെയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫർണിച്ചേഴ്സിൻ്റെ തന്നെ മറ്റേ വലിയ സോഫ സെറ്റുകളും കാര്യങ്ങളും ഡൈനിങ് ടേബിൾസ് അങ്ങനെയുള്ള അതൊന്നും ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ ഉള്ളിലോട്ടൊന്നും പോയില്ല. ആക്ച്വലി ഇവിടം വരെയൊക്കെ പോയുള്ളൂ. കാരണം ഒന്നാമത് പിന്നെ സമയം കുറേ ആയി ഇവിടെ ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. 2:30-3 മണിക്ക് എങ്ങാണ്ട് വന്ന ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പം അത്രയും നേരം, കുറേ നേരം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. പിന്നെ ആ ഒരു ഗോഡൗൺ പോലെ ആ ഒരു ഏരിയ ആണെങ്കിൽ ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും പോയില്ല. ഒത്തിരി ഭാഗം ഇനിയും ഇതിനകത്ത് എല്ലായിടത്തെയും കുറേ ഭാഗങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. ഒന്നും ഫുള്ളൊന്നും കണ്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്ന് ഇവിടെ നമുക്ക് 2 രീതിയിൽ നമ്മൾ സെൽഫായിട്ട് നമുക്ക് ബില്ല് ചെയ്തെടുക്കാം. മറ്റേ അവർ ബില്ല് ചെയ്ത് തരുന്നത്, അപ്പം നമുക്ക് ഐറ്റംസ് കുറവായതുകൊണ്ട് സെൽഫായിട്ട് ബില്ല് ചെയ്യുന്ന കുറച്ചുകൂടെ എളുപ്പം. മറ്റുള്ള ഒത്തിരി ഐറ്റംസ് മേടിക്കുന്നവരാണ് അവിടെ ക്യൂ നിന്ന് ബില്ല് ചെയ്ത് തരും നമുക്ക്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ, കാരണം ഇത്രയും കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ആദ്യം കഴിച്ചൊക്കെ അങ്ങ് ദഹിച്ചു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഇതുപോലെ തന്നെ ക്രോസോൺ, സിനമൺ ബൺ അങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ. ഇങ്ങനെ സ്വീഡിഷ് റെസ്റ്റോറൻ്റ് അല്ലേ, അപ്പം കൂടുതലും സ്നാക്സ് ആ ഒരു ടൈപ്പ് സ്നാക്സാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വലിയ കാര്യത്തിൽ മെട്രോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് അവിടുന്ന് ഇറങ്ങുമ്പം തന്നെ നമുക്ക് മെട്രോയിലേക്കുള്ള കണക്ഷനുണ്ട്. പക്ഷേ എന്നെ മെട്രോയിൽ കയറ്റിയില്ല, കാരണം ഞാൻ കത്തി വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് അതും കൊണ്ട് അങ്ങോട്ടേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് താഴെ ഇറങ്ങി യൂബർ പിടിച്ചാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു IK വ്ലോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.